Hi learners, welcome to I+ Training Solutions. നമുക്ക് UGC നെറ്റിനും കേരള സെറ്റിനുമൊക്കെ മാനേജ്മെന്റിനകത്ത് ഒരു പോർഷൻ ഉണ്ട്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമുക്കറിയാം മാനേജ്മെന്റിനകത്ത് ലീഡർഷിപ്പ് നമ്മൾ പഠിക്കുന്നതാണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റിംഗിന്റെ എലമെന്റുകളായിട്ടല്ലേ നമ്മൾ പഠിക്കുന്ന എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ലീഡർഷിപ്പ് എന്താണെന്നൊക്കെ അറിയാം അല്ലേ. നമ്മൾ ലീഡ് ചെയ്യാണ്, ഫോളോവേഴ്സിനെ ലീഡ് ചെയ്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലീഡർഷിപ്പിന് പല സ്റ്റൈലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലീഡർഷിപ്പിന്റെ പല സ്റ്റൈൽസ് ഇല്ലേ, അതോറിറ്റേറ്റീവും പാർട്ടിസിപ്പേറ്റീവും ലേസേ ഫെയറും, അങ്ങനെ പല തരം ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. അതിൽ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലീഡർഷിപ്പ് മോഡൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഡർ എന്ത് ചെയ്യണം, അയാളുടെ ആ ഒരു ലീഡറുടെ ലീഡർഷിപ്പ് സ്റ്റൈല് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റണം അല്ലെ. ആ സിറ്റുവേഷൻ അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ലീഡർഷിപ്പ് സ്റ്റൈലാണ് അവിടെ പറയുന്നത്. ഒരു ടൈപ്പ് ലീഡർഷിപ്പ് തന്നെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യണം, ലീഡർ പല സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യണം. അതാണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് ആണ്. കാരണം ഒരേ സ്റ്റൈൽ തന്നെ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ സാഹചര്യങ്ങളിലും ഒരേ തരത്തിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, ലീഡർഷിപ്പ് സ്റ്റൈല് ലീഡർ ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ലീഡറാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ലീഡർഷിപ്പിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു ലീഡർഷിപ്പ് മോഡലാണ് ഹെർസി ബ്ലൻചാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു പേര് കേട്ടിട്ടില്ലേ, ഹെർസി ബ്ലൻചാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഹെർസി ബ്ലൻചാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ എക്സാമിന് പല പ്രാവശ്യം നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്താണെന്ന് ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞു തന്നിരുന്നു അല്ലെ. സിറ്റുവേഷൻ അനുസരിച്ച് ലീഡർഷിപ്പ് സ്റ്റൈല് ചേഞ്ച് ചെയ്യണം. എന്ത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്? ഫോളോവേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ലീഡർ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ. അതാണ് നമ്മുടെ ഹെർസി ബ്ലൻചാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡലിൽ പറയുന്നത്. സോ ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലീഡേഴ്സ് ബിഹേവിയർ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടു ദി മെച്യൂരിറ്റി ലെവൽ ഓഫ് എംപ്ലോയീസ്. ലീഡറുടെ ബിഹേവിയർ എന്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? എംപ്ലോയീസിന്റെ മെച്യൂരിറ്റി ലെവലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് എംപ്ലോയീസ് എത്രത്തോളം ക്യാപ്പബിൾ ആണ്, അവർക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, അവർക്ക് എത്രത്തോളം കോമ്പീറ്റൻസി ഉണ്ട് എന്നൊക്കെ നോക്കി അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് ലീഡർ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ലീഡറുടെ ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ, അവരുടെ സ്കില്ല്, അവരുടെ മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എബിലിറ്റി, കോമ്പീറ്റൻസ്, ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് വേണം ലീഡർ അഡോപ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലീഡർക്ക് രണ്ട് ബിഹേവിയേഴ്സ് ഉണ്ട്, ഡയറക്റ്റീവ് ബിഹേവിയറും സപ്പോർട്ടീവ് ബിഹേവിയറും. ഇപ്പൊ ഇവിടെ രണ്ട് ബിഹേവിയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, ഡയറക്റ്റീവ് ബിഹേവിയറും സപ്പോർട്ടീവ് ബിഹേവിയറും. ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ഓറിയന്റഡ് ആണ്. അതായത് എത്രത്തോളം ഗൈഡൻസ് കൊടുക്കണം, ഈ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡൻസും മറ്റു കാര്യങ്ങളും എത്രത്തോളം കൊടുക്കണം, അതാണ് ഡയറക്റ്റീവ് ബിഹേവിയർ. നമുക്ക് ഡയറക്റ്റ് ചെയ്യത്തില്ലേ, നമ്മളെ ലീഡേഴ്സ് ഡയറക്റ്റ് ചെയ്യത്തില്ലേ, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റും തരും. ഒരു ജോലി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ലീഡർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതെങ്ങനെ ചെയ്യണം, അതിന്റെ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസുകളും. അങ്ങനെ ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ആ ജോലി ചെയ്യാൻ വേണ്ടി ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻസ് തരുന്നതാണ് ഡയറക്റ്റീവ് ബിഹേവിയർ. സോ ഇറ്റ് റെഫേഴ്സ് ടു ഹൗ മച്ച് ദ ലീഡർ ഗൈഡ്, ഇൻസ്ട്രക്ട് ആൻഡ് ക്ലോസ്ലി സൂപ്പർവൈസ് ഫോളോവേഴ്സ് ഓൺ വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. അപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലീഡർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു ഡയറക്റ്റീവ് ബിഹേവിയർ അല്ലേ. ആ ലീഡർ എത്രത്തോളം ഗൈഡൻസ് കൊടുക്കണം, ഫോളോവേഴ്സിന് എത്രത്തോളം കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കണം, അവരെ എത്രത്തോളം സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ളതാണ് ഡയറക്റ്റീവ് ബിഹേവിയറിൽ പറയുന്നത്. രണ്ടാമത്തെ ഒരു ബിഹേവിയർ ആണ് സപ്പോർട്ടീവ് ബിഹേവിയർ. ഇത് രണ്ടും ലീഡറുടെ ബിഹേവിയേഴ്സ് ആണ്. സപ്പോർട്ടീവ് ബിഹേവിയർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ബിഹേവിയർ ആണ്. ആ പേരിൽ തന്നെ ഇല്ലേ,
സപ്പോർട്ടീവ്, അതായത് എത്രത്തോളം മെന്റൽ സപ്പോർട്ട് കൊടുക്കണം, ഡയറക്റ്റീവിൽ എത്രത്തോളം ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കണം, കുറച്ചുകൂടി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ സപ്പോർട്ടീവ് ബിഹേവിയറിലേക്ക് വരുമ്പോൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം അല്ലെ, ലീഡർ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് മെന്റൽ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും, അവരെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യണം, എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ, ഫോളോവേഴ്സുമായിട്ട് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ വേണം, അതേപോലെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതും അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം ഏതാണ്, സപ്പോർട്ടീവ് ബിഹേവിയറിൽ വരും. അപ്പോൾ ഒരു ലീഡർക്ക് രണ്ട് തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്. ലീഡർ രണ്ടും നോക്കണം അല്ലെ, അല്ലാതെ ഇപ്പൊ ജോലി മാത്രം ചെയ്യിച്ചാൽ മതിയോ, ജോലി ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരല്ലോ, അവർക്കൊരു അതിലുപരി ഫോളോവേഴ്സിന് ഒരു മെന്റൽ സപ്പോർട്ട് കൂടെ കൊടുക്കണ്ടേ, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുകയും അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ അവരെയും കൊണ്ട് ജോലിയും ചെയ്യിക്കണം, ജോലി ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ബിഹേവിയറും ലീഡർ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ലീഡർ മെന്റലി ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് കൊടുക്കണം, അതാണ് സപ്പോർട്ടീവ് ബിഹേവിയർ. അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസുകളും കൊടുക്കണം, അതാണ് ഡയറക്റ്റീവ് ബിഹേവിയർ. അപ്പൊ ഇങ്ങനെ രണ്ട് ബിഹേവിയേഴ്സ് ലീഡർ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ രണ്ട് ബിഹേവിയേഴ്സിൽ ഒരു ലീഡർ എത്രത്തോളം ഡയറക്റ്റീവ് ബിഹേവിയർ കൊടുക്കണം, എത്രത്തോളം സപ്പോർട്ടീവ് ബിഹേവിയർ കൊടുക്കണം എന്നുള്ളത് അവിടെയാണ് നമ്മൾ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിരിക്കും. ഓക്കെ, എത്രത്തോളം ഡയറക്ഷൻ കൊടുക്കണം, എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ആ ഒരു ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ പോലെ ഇരിക്കും. നിങ്ങളൊന്ന് കോമൺ സെൻസിൽ ചിന്തിച്ച് നോക്കിക്കേ. നല്ലപോലെ ജോലി ചെയ്യാൻ അറിയാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോലിക്കാരാണ് ആ സ്ഥാപനത്തിലുള്ളതെങ്കിൽ ലീഡർ അവർക്ക് ഒരുപാട് ഡയറക്ഷൻ കൊടുക്കണോ, അവിടെ ഡയറക്റ്റീവ് ബിഹേവിയർ ഒരുപാട് വേണോ, വേണ്ട. ഡയറക്റ്റീവ് ബിഹേവിയർ കുറച്ച് മതി, കാരണം അവർക്ക് ഡയറക്ഷൻസ് വേണ്ട. എംപ്ലോയീസ് സ്കിൽഡ് ആണ്, അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തോളും. എന്നാൽ ഒന്നും അറിയാത്ത ഫ്രഷറായിട്ടുള്ള പുതിയ എംപ്ലോയീസ് ആണ്, അവർക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റീവ് ബിഹേവിയർ കൂടുതലായിട്ടും ലീഡർ എടുക്കണം അല്ലെ, കൂടുതലായിട്ടും ഡയറക്റ്റീവ് ബിഹേവിയർ വേണം ലീഡർ അഡോപ്റ്റ് ചെയ്യാൻ. അതേപോലെ സപ്പോർട്ടീവ് ബിഹേവിയർ, സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അധികം സപ്പോർട്ട് ലീഡർ കൊടുക്കണ്ട, അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ. എന്നാൽ അങ്ങനെ അല്ല, സെൽഫ് മോട്ടിവേറ്റഡ് ഒന്നും അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ സപ്പോർട്ടീവ് ബിഹേവിയർ കൊടുക്കണം. അപ്പോൾ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ, അവർ എത്രത്തോളം സ്കിൽഡ് ആണ്, അവർക്ക് എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ട് എന്നിങ്ങനെയൊക്കെ വിലയിരുത്തി വേണം ലീഡർ എന്ത് ചെയ്യാൻ, ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഹേഴ്സി ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, ഇവിടെ ആദ്യം നിങ്ങൾ നോക്കുക, 4 സ്റ്റൈലുകൾ ഉണ്ട്. ഡയറക്റ്റിംഗ്, കോച്ചിങ്, സപ്പോർട്ടിങ്, ഡെലിഗേറ്റിംഗ്, അല്ലെങ്കിൽ ടെല്ലിംഗ്, സെല്ലിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ്, ഡെലിഗേറ്റിംഗ് എന്നും പറയാമേ. അപ്പോൾ ഡയറക്റ്റിംഗ് ആണ് ടെല്ലിംഗ്, കോച്ചിങ് എന്ന് പറയുന്നത് സെല്ലിംഗ്, സപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിനെ പാർട്ടിസിപ്പേറ്റിംഗ് എന്നും പറയും. അത് 2 പേരുകളുണ്ട് കേട്ടോ. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ടെല്ലിംഗ്, കോച്ചിങ് അല്ലെങ്കിൽ സെല്ലിംഗ്. അപ്പോൾ ടെല്ലിംഗ്, സെല്ലിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ്, ഡെലിഗേറ്റിംഗ്, അല്ലെങ്കിൽ ഡയറക്റ്റിംഗ്, കോച്ചിങ്, സപ്പോർട്ടിംഗ്, ഡെലിഗേറ്റിംഗ്. ഇങ്ങനെ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈലിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു എക്സ് ആക്സിസിൽ കാണുന്നത് ഡയറക്റ്റീവ് ബിഹേവിയർ. ഡയറക്റ്റീവ് ബിഹേവിയർ ലോ ടു ഹൈ ഉണ്ട്. അതേപോലെ സപ്പോർട്ടീവ് ബിഹേവിയർ നമുക്ക് വൈ ആക്സിസിൽ കാണാം, അതും ലോ ടു ഹൈ. ഇനി നമ്മൾ നോക്കേണ്ടത്, ലീഡർ ഈ ഒരു ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യണോ അതോ ഈ ഒരു ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യണോ, ഡയറക്റ്റീവ് ബിഹേവിയർ വേണോ, കോച്ചിങ് വേണോ, അതോ സപ്പോർട്ടിങ് വേണോ, ഡെലിഗേറ്റിംഗ് വേണോ എന്നിങ്ങനെയുള്ള കാര്യം തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞു ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചാണെന്ന് പറഞ്ഞു അല്ലേ. ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിട്ടാണ്. ഇതാണ് ഫോളോവേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ നമുക്കിവിടെ കാണാം. ഇവിടെ നോക്കിക്കേ, D1 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ഈ ഒരു D1 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫോളോവേഴ്സിന്റെ പ്രത്യേകത എന്താ, എന്തൂസിയാസ്റ്റിക് ബിഗിനർ ആണ്. അതായത് ലോ കോമ്പീറ്റൻസും ഹൈ കമ്മിറ്റ്മെന്റും ഉള്ളവരാ. ലോ കോമ്പീറ്റൻസും ഹൈ കമ്മിറ്റ്മെന്റും. ലോ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പീറ്റൻസ് ഒരു ജോലി ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ, നമുക്ക് ആ കാര്യം ചെയ്യാൻ എത്രത്തോളം അറിയാം, അതല്ലേ കോമ്പീറ്റൻസ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ, നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ്, എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് അല്ലേ, ആ ജോലി ചെയ്യാനായിട്ട് എത്രത്തോളം നമുക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതല്ലേ കമ്മിറ്റ്മെന്റിൽ പറയാ. അപ്പോൾ കോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കില്ലുകളാണ്, നമുക്ക് എത്രത്തോളം അറിയാം, ജോലി ചെയ്യാൻ അറിയാം. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ആണ്, നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ D1 വരുന്ന എന്തൂസിയാസ്റ്റിക് ബിഗിനർ, D1 ഉള്ള ആളുകളുടെ പ്രത്യേകത, കാറ്റഗറിയുടെ പ്രത്യേകത,
അവർക്ക് കോമ്പീറ്റൻസ് കുറവാണ്, കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. അപ്പൊ അവർക്ക് ജോലി ചെയ്യാൻ അറിയത്തില്ല, സ്കില്ല് കുറവാ, പക്ഷെ നല്ലപോലെ മോട്ടിവേറ്റഡ് ആ. അപ്പൊ അവിടെ നമ്മൾ ഏത് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം? അപ്പൊ ഇവിടെ ലീഡർ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെ ഡയറക്റ്റീവ് ബിഹേവിയർ എത്രത്തോളം വേണം, സപ്പോർട്ടീവ് ബിഹേവിയർ എത്രത്തോളം വേണം, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കോമ്പീറ്റൻസ് ഇല്ല, ജോലി ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഡയറക്ഷൻ കൊടുക്കണ്ടേ? ലീഡർ ഡയറക്ഷൻ കൊടുക്കണ്ടേ? അപ്പോൾ ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈ ആയിട്ട് വേണം. ഇനി അതേപോലെ തന്നെ സപ്പോർട്ടീവ് ബിഹേവിയർ നോക്കിക്കേ. അവർ ഓൾറെഡി ഹൈലി കമ്മിറ്റഡ് ആണ്, അപ്പൊ പിന്നെ അവർക്ക് അധികം സപ്പോർട്ട് നമ്മുടെ ലീഡർ കൊടുക്കേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ലീഡർ കൊടുക്കണ്ട, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കോമ്പീറ്റൻസ് കുറവായതുകൊണ്ട് ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈ വേണം, കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് സപ്പോർട്ടീവ് ബിഹേവിയർ ലോ മതി. അപ്പോൾ ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈയും സപ്പോർട്ടീവ് ബിഹേവിയർ ലോയും വരുന്നത് ഏതിലാണ്? സെല്ലിംഗ് അല്ലേ, സോറി ഡയറക്റ്റിംഗ് എന്നുള്ള ബിഹേവിയർ അല്ലേ. അതുകൊണ്ടാണ് D1നെ നമുക്ക് D1ലുള്ള ആളുകൾക്ക് S1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക, ലീഡർ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോ കോമ്പീറ്റൻസും ഹൈ കമ്മിറ്റ്മെന്റുമാണ്. അപ്പോൾ കോമ്പീറ്റൻസ് കുറവായതുകൊണ്ട് അവർക്ക് എന്ത് വേണം? ഡയറക്ഷൻ കൂടുതൽ വേണം. അപ്പൊ ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈ വേണം. ഇനി അവർ ഹൈലി കമ്മിറ്റഡ് ആണ്, അപ്പോൾ സപ്പോർട്ടീവ് ബിഹേവിയർ ലോ മതി. ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈയും സപ്പോർട്ടീവ് ബിഹേവിയർ ലോയും വരുന്നത് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റൈല്, ടെല്ലിംഗ് എന്ന് പറയുന്ന സ്റ്റൈലാണ് ടെല്ലിംഗ്. ഇപ്പൊ ടെല്ലിങ്ങിന്റെ പ്രത്യേകത ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈയും സപ്പോർട്ടീവ് ബിഹേവിയർ ലോയും ആയിരിക്കും അല്ലെ. ഈ ഒരു പോയിന്റ് നോക്കിക്കേ, ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈയും സപ്പോർട്ടീവ് ബിഹേവിയർ ലോയുമാണ്. ഡയറക്റ്റീവ് ബിഹേവിയർ ഹൈ ആയിട്ട് വരും. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ സ്റ്റൈലുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഒന്ന് നോക്കിക്കേ. നെക്സ്റ്റ് സ്റ്റൈൽസ്, രണ്ടാമത്തെ ഒരു കാറ്റഗറി ഫോളോവേഴ്സിന്റെ കാറ്റഗറിയാണ് ഡിസ്ഇല്യൂഷൻഡ് ലേണർ എന്ന് പറയുമ്പോൾ അവർക്ക് ലോ ടു സം കോമ്പീറ്റൻസ്, അവർക്ക് കോമ്പീറ്റൻസ് കുറവാണ്, അതേപോലെ കമ്മിറ്റ്മെന്റും കുറവാണ്. ജോലി ചെയ്യാൻ അറിയത്തുമില്ല, അവര് കമ്മിറ്റഡുമല്ല, അതായത് അവർക്ക് വലിയ താല്പര്യവുമില്ല അല്ലെ, അവർക്ക് വലിയ മെന്റൽ ആയിട്ടുള്ള വലിയ സപ്പോർട്ടോ അല്ലെങ്കിൽ സ്വയം സെൽഫ് മോട്ടിവേറ്റഡോ ഒന്നുമല്ല. അപ്പൊ അവർക്ക് ജോലി ചെയ്യാനുള്ള കോമ്പീറ്റൻസും ഇല്ല, കമ്മിറ്റ്മെന്റും ഇല്ല. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾ ഡയറക്ഷനും കൊടുക്കണം, സപ്പോർട്ടും കൊടുക്കണം. അപ്പൊ ഏതാ വരുന്നത്? ഡയറക്റ്റീവ് ബിഹേവിയറും ഹൈ വേണം, സപ്പോർട്ടീവ് ബിഹേവിയറും ഹൈ വേണം. രണ്ടും ഹൈ വരുന്നത് ഏതിലാണ്? കോച്ചിങ് അല്ലെ, അല്ലെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്ന സ്റ്റൈലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെല്ലിങ്ങും സെല്ലിങ്ങും പറഞ്ഞു. തേർഡ് വൺ ഈസ്, മൂന്നാമത്തെ കാറ്റഗറി, ഇതെല്ലാം ഫോളോവേഴ്സിന്റെ കാറ്റഗറി ആണ്. മൂന്നാമത്തെ കാറ്റഗറി ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കാപ്പബിൾ ബട്ട് കോഷ്യസ്. ഇവരുടെ പ്രത്യേകത ഹൈ കോമ്പീറ്റൻസ് ആണ്, അതായത് ജോലി ചെയ്യാൻ നല്ല പോലെ അറിയാം, ഹൈലി എക്സ്പീരിയൻസ്ഡും സ്കിൽഡ് ആയിട്ടുമുള്ള ആളുകളാണ്. പക്ഷേ വേരിയബിൾ കമ്മിറ്റ്മെന്റ് കുറവാ, അവർക്ക് അത്ര വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ജോലി ചെയ്യാൻ. അപ്പൊ ഇവിടെ ഹൈ കോമ്പീറ്റൻസ് ഉണ്ട്, അപ്പൊ പിന്നെ ഡയറക്ഷൻ ഒന്നും വേണ്ട, അവർക്ക് ജോലി ചെയ്യാൻ അറിയാം. കമ്മിറ്റ്മെന്റ് കുറവാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് കൊടുക്കണം അല്ലെ. അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെയും കൊണ്ട് ജോലി കമ്മിറ്റഡ് ആക്കണം, അതിന് നമ്മൾ മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ മോഡറേറ്റ് ടു ഹൈ കോമ്പീറ്റൻസും ലോ കമ്മിറ്റ്മെന്റും ആണെങ്കിൽ അവിടെ നമ്മൾ സപ്പോർട്ട് കൂടുതൽ കൊടുക്കണം, ഡയറക്ഷൻ കുറവ് മതി, അപ്പൊ ഡയറക്റ്റീവ് ബിഹേവിയർ ലോയും സപ്പോർട്ടീവ് ബിഹേവിയർ ഹൈയും വരുന്നത് നമ്മുടെ S3 സപ്പോർട്ടിങ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റൈൽ വരും അല്ലെ. അവിടെ സപ്പോർട്ടീവ് ബിഹേവിയർ ഹൈ ആണ്, ഡയറക്റ്റീവ് ബിഹേവിയർ ലോ ആണ്. ഇനി ലാസ്റ്റ് കാറ്റഗറി ആണ് സെൽഫ് റിലയന്റ് അച്ചീവർ ആണ്. സെൽഫ് റിലയന്റ് അച്ചീവർ എന്ന് പറയുമ്പോൾ ഹൈ കോമ്പീറ്റൻസും ഹൈ കമ്മിറ്റ്മെന്റും, അതായത് അവർക്ക് ജോലി ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, സ്കില്ലുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ആരും പറഞ്ഞു കൊടുക്കണ്ട, ഹൈ കോമ്പീറ്റൻസ് ഉണ്ട്. അതേപോലെ ഹൈലി കമ്മിറ്റഡ് ആണ്, അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, ആരും അവരെ പറഞ്ഞൊന്നും ജോലി ചെയ്യിക്കേണ്ട, അവർ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അങ്ങനെയുള്ള ആളുകളാണെങ്കിലോ അവർക്ക് ലീഡർ വലിയ സപ്പോർട്ടും കൊടുക്കണ്ട, അതേപോലെ തന്നെ വലിയ ഡയറക്ഷൻസും കൊടുക്കണ്ട. കാരണം അവർ ഹൈലി കോമ്പീറ്റൻസും കമ്മിറ്റ്മെന്റും ഉള്ള ആൾക്കാരാ. അപ്പൊ ലീഡറിനെയും വീണ്ടും അവർക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും ഡയറക്ഷനും ഒന്നും കൊടുക്കണ്ട. അപ്പൊ അവിടെ ലാസ്റ്റ് വണ്ണില് നമുക്ക് ഡയറക്റ്റീവ് ബിഹേവിയറും ലോ മതി, സപ്പോർട്ടീവ് ബിഹേവിയറും ലോ മതി. രണ്ടും ലോ വരുന്നത് ഏതിലാണ്? ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റൈലാണ് അല്ലെ, ഡെലിഗേറ്റിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹേഴ്സി ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 4 രീതിയിൽ നമ്മൾ ഫോളോവേഴ്സിനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും കമ്മിറ്റ്മെന്റും കോമ്പീറ്റൻസിന്റെയും ബേസിൽ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഓരോ ആളുകളുടെയും
കോമ്പിറ്റൻസും കമ്മിറ്റ്മെന്റും വെച്ചിട്ടാണ് ഏത് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം, ലീഡർ ഏത് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ലീഡർക്ക് 2 സ്റ്റൈലുകൾ നമ്മൾ പറയും. ലീഡർക്ക് 2 ബിഹേവിയേഴ്സ് ഉണ്ട്, സപ്പോർട്ടീവ് ബിഹേവിയറും ഡയറക്റ്റീവ് ബിഹേവിയറും. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ വേണ്ടത്, ഏതാണ് കുറവ് വേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെ ഉള്ളത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ മെച്ചൂരിറ്റി ലെവൽ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ ലെവലിലുള്ളവർക്കും ഓരോ ലെവലിലുള്ളവരോടും ഓരോ തരത്തിൽ വേണം ലീഡർ എന്ത് ചെയ്യാൻ, അവരെ ലീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹേഴ്സി ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെറ്റിനും സെറ്റിനും അതേപോലെ പല PSC എക്സാംസിനും, നമ്മുടെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന PSC എക്സാംസിന് ഉൾപ്പെടെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇതിലൊരു കൺഫ്യൂഷൻ വേണ്ട, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക്